Hi dear students, welcome to the new session of Management Theory and Practices. Management Theory and Practices നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാപ്റ്റർ 1 ആണ്, ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ്. സോ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ട് ഈസ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ്, ഈ കാര്യങ്ങളാണ് കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ മീനിങ്ങും ഡെഫിനേഷനും കോൺസെപ്റ്റ്സുകളും എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്, നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ്. മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു പ്രോസസ്സാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ് ദി ആക്ടിവിറ്റീസ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ഇൻ എ ഗ്രൂപ്പ് ടു അച്ചീവ് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പീപ്പിൾസ് എന്ത് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ അവരുടെ ആ വർക്ക് അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസിനെ പ്ലാൻ ചെയ്യുക, എങ്ങനെയാണ് അവർ ആ വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആ ഒരു വർക്കുകളെ ഓർഗനൈസ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക തുടങ്ങിയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ പറയുന്നത് ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്സ്. മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു പ്രോസസ്സ് മാത്രമല്ല, ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്സ്, ഒരു സോഷ്യൽ പ്രോസസ്സും കൂടെയാണ്. എന്തുകൊണ്ടാണ് സോഷ്യൽ പ്രോസസ്സ് ആണെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദി എഫേർട്സ് ഓഫ് അതർ പീപ്പിൾ. മറ്റുള്ളവരുടെ എഫേർട്ടിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചില കാര്യങ്ങൾ, ചില ബെനിഫിറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഹ്യൂമൻ ബീയിങ്സ് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതൊരു സോഷ്യൽ പ്രോസസ്സാണ് എന്നുള്ളത് പറയുന്നത്. മാനേജ്മെൻറ്റ് എന്നുള്ളത് ഹ്യൂമൻ ബീയിങ്സ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. മാനേജ്മെൻറ്റിൽ സെർട്ടൈൻ ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലെ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, പ്രോസസ്സിൽ പറഞ്ഞു അല്ലെ, മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണെന്ന് പറയുന്നു. സോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്ജക്റ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദി എയിം ഓഫ് മാനേജ്മെൻറ്റ് ഈസ് ടു അച്ചീവ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. വിതൗട്ട് ഒബ്ജക്റ്റീവ്സ് ദ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കനോട്ട് ബി ഡിഫൈൻഡ് ആൻഡ് ഡിവൈഡഡ്. നമുക്കവിടെ ഒബ്ജക്റ്റീവ്സ് ഇല്ലാതെ നമുക്കൊരിക്കലും ആക്ടിവിറ്റീസ് നമുക്കവിടെ ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. എന്ത് വർക്ക് ചെയ്യണമെന്നുള്ളത് നമുക്കവിടെ ഡിസൈഡ് ചെയ്യാൻ കഴിയില്ല. വർക്കുകളെ നമുക്ക് എംപ്ലോയീസിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ സെർട്ടൈൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദി ഒബ്ജക്റ്റീവ് ഷുഡ് ബി അച്ചീവ്ഡ് ത്രൂ ദി കോർഡിനേറ്റഡ് എഫേർട്സ് ഓഫ് ദി പീപ്പിൾ ഇൻ ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ പീപ്പിൾസിൻ്റെ, എംപ്ലോയീസിൻ്റെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള എഫേർട്ടിലൂടെ നമുക്ക് ആ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്, ഒരു സോഷ്യൽ പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. നെക്സ്റ്റ് പറയുന്നു ഇൻറ്റഗ്രേഷൻ ഓഫ് ഓർഗനൈസേഷണൽ റിസോഴ്സസ്. ഓർഗനൈസേഷനിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, ലൈക്ക് മണി, മെഷീൻ, മെറ്റീരിയൽ, പീപ്പിൾ അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ഈ റിസോഴ്സുകളെല്ലാം നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. സോ മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു ഇൻറ്റഗ്രേഷനും കൂടെയാണ്. നമ്മുടെ അവൈലബിൾ റിസോഴ്സുകളെ ലൈക്ക് മണി, മെഷീൻ, മെറ്റീരിയൽ, പീപ്പിൾ തുടങ്ങിയിട്ടുള്ള അവൈലബിൾ റിസോഴ്സുകളെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. നമ്മൾ കഴിഞ്ഞ മീനിങ്ങിലൊക്കെ നമ്മൾ പറഞ്ഞ ഡിസിഷൻ മേക്കിംഗ് കോൺസെപ്റ്റിലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് മേക്കിംഗ് ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് പ്രോസസ് ഇൻവോൾവ് ഡിസിഷൻ മേക്കിംഗ് അറ്റ് വേരിയസ് ലെവൽസ് ഫോർ ഗെറ്റിംഗ് തിങ്സ് ഡൺ ബൈ അതേഴ്സ്. ഡിസിഷൻ മേക്കിംഗ് ഇൻവോൾവ്സ് സെലക്ഷൻ ഓഫ് ദി ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം എ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് പോകാൻ ഒരുപാട് വഴികളുണ്ട്. അതിലേറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴിയെ തിരഞ്ഞെടുക്കുക, ബെസ്റ്റ് ആയിട്ടുള്ള ആക്ഷനെ തിരഞ്ഞെടുക്കുക, ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനെ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. സോ ദി എൻറ്റയർ ഫ്യൂച്ചർ ഓഫ് ദി ഓർഗനൈസേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ടു ദ ഡിഗ്രി ടു വിച്ച് ദ റൈറ്റ് ഡിസിഷൻ ആർ മെയ്ഡ് ബൈ ദി മാനേജേഴ്സ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ഡിസിഷൻസിൽ അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസിൽ ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഒരു മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഫ്യൂച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മളിവിടെ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തു കഴിഞ്ഞാലേ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലേ. നമ്മളിവിടെ എടുക്കുന്ന ഡിസിഷൻ തെറ്റായി പോയി കഴിഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ഒരു ഫാൾസ് ആയിട്ടുള്ള ഡിസിഷനാണ് അല്ലെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ അല്ല എങ്കിൽ
അത് നമ്മുടെ കമ്മിങ് ആക്ടിവിറ്റീസിനെയും അതുപോലെ തന്നെ നമ്മുടെ പെർഫോമൻസിനെയും എല്ലാം അത് ബാധിക്കുമെന്നുള്ളതാണ്. സോ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ്, അവരുടെ പ്രധാനപ്പെട്ട ഒരു ജോബാണ്. അവരത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അത് മാനേജ്മെൻറ്റിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, സോ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സും കൂടെയാണ്. ബെറ്റർ ആയിട്ടുള്ള ഒരു കോഴ്സ് ഓഫ് ആക്ഷനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത് ലീഡർഷിപ്പ് എന്നുള്ളതാണ്. ദ മാനേജ്മെൻറ്റ് ഹാസ് ടു ലീഡ് എ ടീം ഓഫ് വർക്കേഴ്സ്. ഇറ്റ് മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് ഇൻസ്പയറിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് വിന്നിംഗ് ദി കോൺഫിഡൻസ്. അപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി മാനേജ്മെൻറ്റിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിനെ, ഒരു ടീം ഓഫ് വർക്കേഴ്സിനെ ലീഡ് ചെയ്യാൻ ആർക്ക് സാധിച്ചിരിക്കണം? മാനേജ്മെൻറ്റിന് സാധിച്ചിരിക്കണം. അല്ലെങ്കിൽ അതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മാനേജ്മെൻറ്റിന് എംപ്ലോയീസിനെ ഇൻസ്പയർ ചെയ്യാൻ, മോട്ടിവേറ്റ് ചെയ്യാൻ, അവരെ പിന്നെ അവരിൽ കോൺഫിഡൻസ് ഉണ്ടാക്കിയിട്ട് അവരെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ, അതിലൂടെ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ മാനേജ്മെൻറ്റിന് സാധിച്ചിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദീസ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത് ഈ കാര്യങ്ങളാണ്. നെക്സ്റ്റ് പറയുന്നത് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, മറ്റൊരു രീതിയിൽ പറയുന്നു എന്ന് മാത്രം. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷനാണ്. നമുക്ക് എല്ലാ ഫീൽഡിലും എല്ലാ ആക്ടിവിറ്റിയിലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് സോഷ്യൽ ആയിക്കോട്ടെ, എക്കണോമിക് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, റിലീജിയൻ ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, എല്ലാ ഓർഗനൈസേഷനിലും എല്ലാ ഫീൽഡിലും എല്ലാ ആക്ടിവിറ്റിയിലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഈസ് ഗോൾ ഓറിയൻറ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു ഗോളിൻ്റെ ബേസിസിലാണ് മാനേജ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. ആ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലാണ് മാനേജ്മെൻറ്റ് അതിൻ്റെ ഫങ്ഷൻസ് ആയിട്ടുള്ള പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഡയറക്റ്റിങ്ങും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അതിൻ്റെ ഫങ്ഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Then management is a human activity. Individuals discharge all management function. No artificial person can perform the functions of management. Management എന്നുള്ളത് ഒരു ഹ്യൂമൻ ആക്ടിവിറ്റിയാണ്. അവിടെ ആർട്ടിഫിഷ്യൽ പേഴ്സൺസിന്, അതായത് മെഷീൻസിനൊന്നും ആ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി ചെയ്യാൻ കഴിയില്ല. അത് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യർ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The next പറയുന്ന management is a profession. Some of authorities argue that management is a profession. Certain person argue that management fails to qualify the test of professionalism in relating to restricted entry. ഇത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനാണ്. ഇത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു പ്രൊഫഷനാണ്. സോ പ്രൊഫഷൻ്റെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം മാനേജ്മെൻറ്റ് എന്നുള്ളത് പറയുന്നുണ്ട്. ഒരു പ്രൊഫഷണലിസം ഇതിന് മാനേജ്മെൻറ്റിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ ചില ആളുകൾ അതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു പ്രൊഫഷണലിസം പ്രൊഫഷണലിസത്തിൻ്റെ ക്വാളിറ്റി ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട്. സോ പിന്നീട് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പോയിന്റ് ഡീറ്റെയിൽ ആയിട്ട്. സോ നമ്മൾ അപ്പോൾ ആ സമയത്ത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു പ്രൊഫഷനാണ് എന്നുള്ളത് ഇതിൻ്റെ നേച്ചറായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട് സെയിം ടൈമിൽ. ഓക്കെ, പിന്നെ മാനേജ്മെൻറ്റ് ഈസ് ആർട്ട് ആസ് വെൽ ആസ് സയൻസ്. ഇത് നമ്മൾ പറയുന്നുണ്ട് മാനേജ്മെൻറ്റ് ഒരു കലയാണ്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഒരു സയൻസ് ആണ് എന്നുള്ളത് പറയുന്നുണ്ട്. കാരണം ഇറ്റ് കണ്ടെയ്ൻസ് എ ബോഡി ഓഫ് വെരിഫൈഡ് സിസ്റ്റമൈസ്ഡ് നോളജ് ആൻഡ് ഇറ്റ് ആൾസോ ഹെൽപ്സ് ഇൻ യൂട്ടിലൈസിങ് ദാറ്റ് നോളജ് ഫോർ അച്ചീവിങ് ഓർഗനൈസേഷൻ ഗോൾസ്. ഇറ്റ് ഈസ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്. അതായത് സയൻസ് എന്ന് പറയുന്ന ഒരു ബോഡി ഓഫ് നോളജ് ആണ്. ഒരു സെർട്ടൈൻ ബോഡി ഓഫ് നോളജിനെയാണ് നമ്മൾ സയൻസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയും. നെക്സ്റ്റ് പറയുന്നത് മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ബേസിക്കലി മൾട്ടി ഡിസിപ്ലിനറി. മാനേജ്മെൻറ്റ് ഇൻ്റഗ്രേറ്റ്സ് ദി ഐഡിയാസ് ആൻഡ് കോൺസെപ്റ്റ്സ് ടേക്കൺ ഫ്രം ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസ് ലൈക്ക് സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രോപോളജി, എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഓപ്പറേഷൻ റിസർച്ച് എക്സെട്ര. മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു സിംഗിൾ സബ്ജക്റ്റ് അല്ല, അല്ലെങ്കിൽ സിംഗിൾ ഡിസിപ്ലിൻ അല്ല. മാനേജ്മെൻറ്റ് എന്നുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകളും ഐഡിയാസും എടുത്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള, ഏകോപിപ്പിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് മാനേജ്മെൻറ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഡിസിപ്ലിനാണ്. കാരണം ഇവിടെ സൈക്കോളജിയുടെ കോൺസെപ്റ്റുകളും ഐഡിയാസും നമ്മൾ മാനേജ്മെൻറ്റിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, സോഷ്യോളജിയുടെ അപ്ലൈ ചെയ്യുന്നുണ്ട്, ആന്ത്രോപോളജിയുടെ അപ്ലൈ ചെയ്യുന്നുണ്ട്, എക്കണോമിക്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻ റിസർച്ച്, മാനേജ്മെൻറ്റ് സയൻസ് നമ്മളിവിടെ അതിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻസുകളുടെ കോൺസെപ്റ്റ്സുകളും ഐഡിയാസും പ്രിൻസിപ്പിൾസും അപ്ലൈ ചെയ്തിട്ടാണ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നത്, അവരുടെ ഫങ്ഷൻസ് സ്മൂത്തായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. സോ മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ്. നെക്സ്റ്റ് പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് ഡൈനാമിക്. മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു സ്റ്റാറ്റിക് അല്ല. ഇറ്റ് ഈസ് നോട്ട് സ്റ്റാറ്റിക് ബട്ട് ഡൈനാമിക്. ഇറ്റ് അഡോപ്റ്റ്സ് ചേഞ്ചസ് ഇൻ എൻവിറോൺമെൻറ്റ് ആൻഡ് ആൾസോ ഇനീഷ്യേറ്റ്സ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് ചേഞ്ചസ്. മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു ഡൈനാമിക് ആണ്. അതൊരു സ്ഥായിയായിട്ട് നിൽക്കുന്ന ഒന്നല്ല.
സ്ഥായിയായിട്ട് നിൽക്കുന്ന ഒന്നല്ല. അത് എപ്പോഴും ഒരു ശക്തിപരമായിട്ട് അല്ലെങ്കിൽ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്ന, ചേഞ്ചസ് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഒരു കോൺസെപ്റ്റാണ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. എപ്പോഴും ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും ശക്തിപരമായിട്ട് അല്ലെങ്കിൽ ഊർജ്ജസ്വലമായിട്ട് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റാണ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. അതാണ് ഡൈനാമിക് എന്നുള്ള പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇൻടാഞ്ചിബിൾ ആണ്. മാനേജ്മെൻറ്റ് നമുക്കൊരിക്കലും കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയില്ല. കാരണം മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒന്നാണ്. നെക്സ്റ്റ് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സ്. മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു സ്പെഷ്യൽ പ്രോസസ്സാണ്, ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇറ്റ് ഇൻവോൾവ്സ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് റാദർ ദാൻ ഡൂയിങ് ഇറ്റ് സെൽഫ്. നമ്മൾ സ്വമേധയാ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റുള്ളവരിലൂടെ എന്ത് ചെയ്യുക, മറ്റുള്ളവരെ കൊണ്ട് ജോലി എടുപ്പിക്കുക എന്നുള്ളൊരു പ്രോസസ്സും കൂടെയാണ്. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ പ്രോസസ്സാണ്, മറ്റുള്ളവരിൽ നിന്നും മറ്റുള്ള പ്രോസസ്സുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അതോറിറ്റി. മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു അതോറിറ്റിയുള്ള, ഒരു പവറുള്ള, അല്ലെങ്കിൽ ഒരുപാട് റൈറ്റ്സും ഒരുപാട് പവറും ഉള്ള ഒരു സിസ്റ്റമാണ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. അതോറിറ്റി ഈസ് ദ റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് ആൻഡ് പവർ ടു ഗെറ്റ് ദം എക്സിക്യൂട്ടഡ്. അതായത് അതോറിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് ഓർഡർ നൽകാനുള്ള അധികാരം, അവകാശം ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിന് നമുക്ക് ഓർഡർ നൽകാം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഈ ഒരു ജോബ് ചെയ്യണം എന്നുള്ളത് നമുക്ക് പറയാനുള്ള ഒരു അധികാരം എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെൻറ്റിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പവർ കിട്ടുന്നുണ്ട്. ആ ജോബുകളെല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ, ആ ജോബുകളെല്ലാം പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു അധികാരവും ഒരു റൈറ്റും കിട്ടുന്നുണ്ട് മാനേജ്മെൻറ്റിന് എന്നുള്ളത്. ദി ടാസ്ക് ഓഫ് ദി മാനേജ്മെൻറ്റ് ഈസ് ടു ഗെറ്റ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പീപ്പിൾ. ഫോർ ദിസ് പർപ്പസ് അതോറിറ്റി ഈസ് നെസസിറ്റി. കാരണം മാനേജ്മെൻറ്റിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് മറ്റുള്ളവരിലൂടെ എന്ത് ചെയ്യുക, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്, മറ്റുള്ളവരെ കൊണ്ട് ജോലി എടുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പർപ്പസിന് അതോറിറ്റി എന്താണ്, ആവശ്യമാണ്. കാരണം നമ്മൾ ഓർഡേഴ്സ് നൽകിയാലാണ്, അല്ലെങ്കിൽ നമുക്ക് ആ ജോലി ചെയ്യാനുള്ള ഒരു പവർ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ കഴിയുള്ളൂ, മറ്റുള്ളവരെ കൊണ്ട് നമുക്ക് ഈ വർക്ക് കറക്റ്റായിട്ട് ചെയ്യിപ്പിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് മാനേജ്മെൻറ്റിന് അതോറിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ദി എൻ്റർപ്രൈസ്. ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവലിലും, ടോപ്പ് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, മിഡിൽ ലെവൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലോവർ ലെവൽ ആയിക്കോട്ടെ, ഏത് ലെവലിലും, എല്ലാ ലെവലിലും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒന്നാണ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് എൻ ആക്ടിവേറ്റിംഗ് ഫാക്ടർ. മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു മോട്ടിവേഷണൽ ഫാക്ടറാണ്, ഒരു ആക്ടിവേറ്റിംഗ് ഫാക്ടറാണ്. ദ മാനേജ്മെൻറ്റ് ഷുഡ് ആക്ടിവേറ്റ് ദി അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ദ മാനേജർ ഷുഡ് മോട്ടിവേറ്റ് അതേഴ്സ് ടു അക്കംപ്ലിഷ് ഡിസൈഡ് റിസൾട്ട്സ്. നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട്സുകൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിസോഴ്സുകളെല്ലാം ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. അതിനെല്ലാം മോട്ടിവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫുൾ അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ പെർഫെക്ഷനോട് കൂടിയിട്ട് ആ റിസോഴ്സുകളെല്ലാം ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ ഒരു നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ആക്ടിവേറ്റിംഗ് ഫാക്ടറാണ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. ഇത്രയാണ് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റിൽ പ്രധാനമായിട്ടും പറയുന്നത്. സോ ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷനിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. സോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.